നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ഇന്നിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ലാതെ അങ്ങനെ ഇരിക്കുവാണ്. എന്തായാലും ഈ ക്യാൻഡിലൊന്ന് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കും. അപ്പോൾ ഈ ക്യാൻഡിലെ ബൈ ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ റെഡ് ക്യാൻഡിലാണ് കിട്ടിയേക്കുന്നത്. ഇത് മുകളിലേക്കൊന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ബൈ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഡിസിഷൻ ഒന്ന് ഹോൾഡ് ചെയ്യും. കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാമെന്നുള്ളത് നോക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുവാണ്. എൻട്രി എടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ ബൈ ചെയ്യാമെന്ന് തീരുമാനിക്കുവാണ്. എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല, നോക്കാം. അപ്പോൾ ഈ കണ്ടില്ല, നമ്മൾ ബൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന പ്രൈസ് ഇതാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മളെല്ലായ്പ്പോഴും ഹോൾഡ് ചെയ്യുന്നത് ഒരു 0.5% ആണ്. അത് തന്നെ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. 0.5% സ്റ്റോപ്പ് ലോസും ടാർഗറ്റായിട്ട് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവലാണ് നമ്മൾ സാധാരണഗതിയിൽ നോക്കുന്നത്. അത് ഒരു 1:3 ആണ് നമുക്കവിടെ കാണിക്കുന്നത്. അപ്പോൾ 1:3 നമ്മൾ ടാർഗറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, പ്രൈസ് ആക്ഷൻ എന്താണ് കാണിച്ചിരുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്നാണ് തോന്നുന്നത്. വലിയ മൊമെൻറ്റം അങ്ങനെ കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഇനി ടാർഗറ്റോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസോ ഹിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ 640-90 വെച്ചിട്ടുണ്ട്. ഇനി ടാർഗറ്റ് ഓർഡറും കൂടെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. അപ്പോൾ 1:3 ആണ് വരുന്നത്. 3 രൂപ 30 പൈസ നമ്മുടെ സ്റ്റോപ്പ് ലോസും 9 രൂപ 90 പൈസ നമ്മുടെ ടാർഗറ്റുമാണ് വരുന്നത്. അപ്പോൾ ഇനി ടാർഗറ്റ് ഓർഡർ ഇടുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് അറിയാൻ പാടില്ലാത്തവർക്ക് അതും കൂടെ ഒന്ന് കാണാം. നമ്മളെടുത്തു. ടാർഗറ്റ് ഓർഡർ വരുമ്പോൾ എപ്പോഴും നമ്മൾ ലിമിറ്റ് ഓർഡറാണ് സെറ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് മാറ്റി ഇവിടെ ലിമിറ്റ് എന്നാക്കും. ആക്ച്വലി നമ്മൾ മാർക്കറ്റ് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിമിറ്റ് ഓർഡറാണ്. ഓക്കെ, 654 രൂപ 15 പൈസ, 654 രൂപ 15 പൈസ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുവാണ്. ബൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ അത് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ടാർഗറ്റ് ഓർഡർ പ്ലേസ് ആയിട്ടില്ല. നമ്മുടെ കിടക്കുന്ന ഓർഡർ പോയിട്ടുണ്ടോ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നോക്കട്ടെ. ഓർഡേഴ്സ്, വർക്കിംഗ് ഓർഡർ 1, സ്റ്റോപ്പ് ലോസ് ഓർഡർ കിടപ്പുണ്ട്, പൊസിഷൻ ഉണ്ട്. ഇപ്പോൾ ടാർഗറ്റ് ഓർഡർ ഇട്ടത് എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചെന്നാണ് തോന്നുന്നത്. ഒന്നും കൂടെ നോക്കാം. സോറി, ടാർഗറ്റ് ഓർഡർ അത് ബൈ ആയിരുന്നില്ല, സെല്ല് ഓർഡറാണ് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ ബൈ ചെയ്തിരിക്കുവാണല്ലോ. അപ്പോൾ ലിമിറ്റ് സെല്ലാണ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ നോക്കണം. ഇപ്പോൾ 2 ക്വാണ്ടിറ്റി നമ്മൾ എടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം മറ്റേത് ബൈ മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. അത് നമ്മൾ ബൈ ചെയ്തത് 2 എണ്ണം ബൈ ആയേക്കുന്നു. ഓക്കെ, കുഴപ്പമില്ല. നമുക്കിവിടെ ആദ്യം ഇതൊന്ന് മോഡിഫൈ ചെയ്യണം. ഇതിനകത്ത് 2 ക്വാണ്ടിറ്റി ആക്കണം. ഇപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ അതെന്തായാലും 640-95 640-90 വയ്ക്കുകയാണ് നമ്മൾ 2 ക്വാണ്ടിറ്റി. ഇപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ മോഡിഫൈ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം 2 ക്വാണ്ടിറ്റി ആയി മാറിയിട്ടുണ്ട്. അത് മിക്കവാറും ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടാനും സാധ്യതയുണ്ട് ഇന്നത്തെ ട്രേഡ്. അപ്പോൾ ലോസ് ആവാൻ സാധ്യതയുണ്ട്. ഈ ക്യാൻഡിൽ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തില്ല എങ്കിൽ ഞാൻ ടാർഗറ്റ് ഓർഡർ വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ അത് ഹിറ്റ് ചെയ്യത്തില്ലെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ടാർഗറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം.
ഇപ്പോൾ നമ്മൾ മിസ്റ്റേക്ക് ഇതുപോലെ സംഭവിച്ചാലും നമ്മുടെ കയ്യിലെ സ്റ്റോക്ക് ഒന്നെങ്കിൽ സെല്ലായി പോകും, അതില്ലെങ്കിൽ ബൈ ആയിട്ട് കൂടുതൽ ആഡ് ഓൺ ആകും. അപ്പോൾ ഓർഡറുകൾ പ്ലേസ് ചെയ്യുമ്പോൾ അത് ഹരിബറിയായിട്ട് ചെയ്യണ്ട, ഈ പറഞ്ഞ പോലെ അത് നോക്കി ഒന്ന് കൺഫേം ചെയ്തിട്ടൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ബൈ ആണ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ടാർഗറ്റ് ഓർഡർ സെൽ ഓർഡറാണ്. ഇവിടെ 2 ക്വാണ്ടിറ്റി, ഇത് ലിമിറ്റിലാണ് സെല്ല് ചെയ്യേണ്ടത്. അപ്പോൾ മാർക്കറ്റ് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിമിറ്റ് ആകും. 654.15 ഇതാണ് നമ്മളുടെ ടാർഗറ്റ്. അപ്പോൾ 2 ക്വാണ്ടിറ്റി. ഇനി 2 ക്വാണ്ടിറ്റി ചെയ്യാനായിട്ട് വരുന്ന മാർജിൻ എത്രയാണെന്നുള്ളത് നമുക്കിതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഞാൻ പ്ലേസ് ചെയ്യുവാണ്. അപ്പോൾ ടാർഗറ്റ് ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്തു, അതേപോലെ സ്റ്റോപ്പ് ലോസ് ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഹിറ്റ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ ഇടപെടലുകൾ ഒന്നും തന്നെ നടത്തത്തില്ല. കാരണം അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കിട്ടത്തില്ല. അപ്പോൾ ഒന്നുകിൽ നമുക്ക് 3:30 വരെ സമയമുണ്ട്. അപ്പോൾ നമ്മളൊരു 3:15 ആകുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യും. അതായത് ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ ഹിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊരു 3:15 ആകുമ്പോൾ എക്സിറ്റ് ചെയ്യും. അതല്ല എങ്കിൽ നമുക്ക് ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് കിട്ടണം, അതായത് 3 രൂപ 30 പൈസ നമുക്ക് നഷ്ടം വരും. അതല്ല എങ്കിൽ നമുക്ക് ടാർഗറ്റ് കിട്ടണം, അതായത് 9 രൂപ 90 പൈസ നമുക്ക് പ്രോഫിറ്റ് വരും. ഇനി ഇതിന്ന് ബൈ ചെയ്യാനായിട്ട് നമുക്ക് എത്ര ചിലവ് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റി ബൈ ചെയ്യാനാണെങ്കിൽ 126 രൂപയാണ് ചിലവ് വരുന്നത്. സ്റ്റോക്കിൻ്റെ പ്രൈസ് വരുന്നത് 644 രൂപ 25 പൈസയ്ക്കാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുവാണ്. ഇനി കുറച്ച് നേരത്തേക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്യുവാണ്. ഇനി ടാർഗറ്റോ ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസോ ഹിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, എൻട്രി എടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷനിലാണ് നമ്മൾ എൻട്രി എടുത്തത്. കാരണം ആ ലൈനെ ടച്ച് ചെയ്ത് താഴത്തായിരുന്നു അത് ക്ലോസ് ചെയ്തിരുന്നത്. അപ്പോൾ സപ്പോർട്ട് ലൈനിൻ്റെ താഴത്തെ ക്ലോസ് ചെയ്തുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ സൈഡിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ 1:1 വരുവാണ്. നമ്മൾ 1:3 ആണ് ടാർഗറ്റ് വെച്ചത്. എന്നാലും രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് കയറി വന്നത് നമ്മളത് ബൈ ഓർഡർ ആയിപ്പോയി സെല്ലിന് പകരം. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം കൂടെ കിട്ടിയതുകൊണ്ട് പ്രൈസിൽ ചെറിയൊരു ഡിഫറൻസ് ഇവിടെ വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇവിടെ റെസിസ്റ്റൻസ് ലൈൻ ആയതുകൊണ്ട് അത് തന്നെ നമ്മൾ നമ്മുടെ എക്സിറ്റ് പോയിൻ്റായിട്ട് എടുത്തേക്കുവാണ്. അതിനകത്ത് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ 1:1 വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ 1:1 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് 1:1 ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ വേണ്ടി വന്നാൽ 1:2 കഴിയുമ്പോൾ ഇനി ടാർഗറ്റ് ഹിറ്റാകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ നമ്മൾ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുവാണ്. 1:2 ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ആ ക്യാൻഡിൽ നമ്മളുടെ 1:1 മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും മുകളിലേക്കൊരു ബൈ മൊമെൻറ്റം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, നമ്മൾ എടുക്കുന്ന എല്ലാ ട്രേഡുകളും പ്രോഫിറ്റിലാകണമെന്നായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. അപ്പോൾ ഈ ട്രേഡ് പോയിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാനും ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. നമ്മൾ മാർക്കറ്റിൽ എന്ത് ചെയ്യുമ്പോഴും അതിന് 2 സാധ്യതകൾ എല്ലായ്പ്പോഴും ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ നമ്മളുടെ മാത്തമാറ്റിക്സിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് നഷ്ടം വരുമ്പോൾ ഞാൻ ഇത്ര രൂപയെ നഷ്ടം വരുത്തൂ, ലാഭം വരുമ്പോൾ മിനിമം അതിൻ്റെ ഇരട്ടിയെങ്കിലും എനിക്ക് ലാഭം കിട്ടണം. എന്നാൽ മാത്രമേ പ്രോബബിലിറ്റി തിയറി അനുസരിച്ചിട്ട് നമുക്ക് ലാഭത്തിലേക്ക് നെറ്റ് ഒരു പീരീഡ് ചെയ്ത് കഴിയുമ്പോൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 1:2 എങ്കിലും മിനിമം റിസ്ക് റിവാർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തോണം. അപ്പോൾ ഈ ട്രേഡ് എന്താകുമെന്ന് നമുക്ക് പതുക്കെ നോക്കാം. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുവാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും, നമ്മൾ എൻട്രി എടുത്തതിന് തൊട്ട് താഴെ ഒരു സപ്പോർട്ട് ലൈൻ ഉണ്ടായിരുന്നു. അവിടുന്ന് മുകളിലുള്ള റെസിസ്റ്റൻസ് ലൈനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 1.75% അല്ലെങ്കിൽ 11 രൂപ 30 പൈസയാണ്.
ഇപ്പോൾ നമ്മൾ അവിടെ ആ ടൂൾ വെച്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, മെഷറിംഗ് ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ രണ്ട് ലൈനുകളുടെയും കൃത്യം മധ്യഭാഗം നടുക്കായിട്ടൊരു വര ആ ടൂളിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കൃത്യം മധ്യഭാഗം വരെ മാർക്കറ്റ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ടാർഗറ്റിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് പോകുന്നില്ല എങ്കിൽ പലപ്പോഴും ഈ മധ്യഭാഗത്ത്, കൃത്യമായ മധ്യഭാഗത്ത് എത്തിയതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സായി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് സംഭവിച്ചാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും ഇന്ന് കിട്ടുക. നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ മധ്യഭാഗത്തു നിന്ന് തിരിഞ്ഞു പോകുന്ന ഒരു പ്രവണത പലപ്പോഴും കണ്ടിട്ടുണ്ട്. നിങ്ങളെയും കൂടെ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ലെവല്, അതായത് ആ റെഡ് ക്യാൻഡലിൻ്റെ ടോപ്പിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് വെൻഡിങ് നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഒന്ന് ഹിറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടും. അതല്ല, അവിടെ ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ആ രണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈനുകളുടെ കൃത്യം മധ്യഭാഗമാണത്. ചിലപ്പോൾ അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകാം. നമുക്ക് നോക്കാം. ഓക്കെ, ഈ കാണുന്ന കാഴ്ചയിൽ നിന്ന് നമുക്ക് തോന്നുന്നത് അവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയിട്ടുണ്ട് കുറേ ആൾക്കാരുടെ എന്നാണ് നമുക്ക് തോന്നുന്നത്. അത് കറക്റ്റാണോ എന്ന് ഇനി മാർക്കറ്റ് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം. ഓക്കെ, നമ്മുടെ ട്രേഡ് അങ്ങനെ ജസ്റ്റ് നെഗറ്റീവിലേക്ക് എത്തിയായിരുന്നു. അപ്പോൾ മാർക്കറ്റ് കറക്റ്റായിട്ട് ആ രണ്ട് പ്രൈസ് ആക്ഷൻ പോയിൻറ്റിൻ്റെ കൃത്യം മധ്യഭാഗത്തുനിന്ന് റിവേഴ്സായി. അതിനുശേഷമാണ് നമ്മൾ നെഗറ്റീവിലേക്ക് വന്നേക്കുന്നത്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ സാധ്യത നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാനാണെന്ന് പറയാം. ഇന്ന് ടാർഗറ്റ് അടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായേക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ട്രേഡ് എടുത്തിട്ടിപ്പോൾ ഏകദേശം 2 മണിക്കൂറാകുന്നു. നമ്മളിപ്പോൾ ചാർട്ടിൽ മഞ്ഞ കളറിൽ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെൻഡ് ലൈനിനെ കൃത്യമായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ട്രെൻഡ് ലൈനിനെ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. മാർക്കറ്റ് നമ്മുടെ സപ്പോർട്ട് ലൈൻ, താഴത്തുണ്ടായിരുന്ന സപ്പോർട്ട് ലൈനിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ മിക്കവാറും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ട്രിഗർ ആകാനാണ് സാധ്യത. അപ്പോൾ മാർക്കറ്റ് ഇന്ന് വളരെ സ്ലോ ആണ്. ഇനിയിപ്പോൾ അത് ട്രിഗർ ആകുമോ അത് തിരിച്ചു പോകുമോ നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഏതാണ്ട് ട്രിഗർ ആകാൻ പോവുകയാണ്. നമുക്കതൊന്ന് കണ്ടേക്കാം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിന്ന് ട്രേഡൊന്നുമില്ല. നമ്മളിവിടെ കൊണ്ട് ട്രേഡ് അവസാനിപ്പിക്കും. അപ്പോൾ 1:2 മിനിമം വെച്ചിട്ട് നമ്മൾ എടുക്കുക. അത് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ അന്ന് അവസാനിപ്പിക്കുക. പ്രോഫിറ്റുള്ള ദിവസം റിസ്ക് റിവാർഡ് അറ്റ്ലീസ്റ്റ് 2 നമ്മൾ എടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ടാർഗറ്റ് കിട്ടേണ്ട കാര്യമില്ല. മിനിമം ഒരു 40% എങ്കിലും നമുക്ക് വിന്ന് കിട്ടുക. അതായത് 100 ട്രേഡ് എടുക്കുമ്പോൾ നമുക്കൊരു 40 ട്രേഡെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് സ്ലോ ആയതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസിന് സമയം എന്തോരം എടുക്കും നമുക്കറിയാൻ പാടില്ല. എന്തായാലും ഇനിയിപ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, 640 90-ലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉള്ളത്.
അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു ജസ്റ്റ് നമ്മൾ കണ്ടൊരു പ്രധാനപ്പെട്ട കാഴ്ച നിങ്ങളോടൊന്ന് പറയാം. ഇതൊക്കെ നമുക്കൊന്ന് മാറ്റാം. ഇങ്ങനെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഇട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് നമുക്ക് ഹിറ്റാകും. അത് ഹിറ്റായി കഴിഞ്ഞാൽ നമ്മൾ എഗൻസ്റ്റ് ഇട്ടേക്കുന്ന ഓർഡർ ക്യാൻസൽ ചെയ്തോണം. ഇത് നമ്മൾ ടാർഗറ്റ് ബൈ സെല് ചെയ്യാനായിട്ട് ടച്ച് ആണ്. അത് നമ്മൾ മറക്കാതെ ക്യാൻസൽ ചെയ്തേക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഇവിടുന്ന് റിവേഴ്സായി ഇവിടെ വന്ന് വീണ്ടും ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. അത്രയും ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലിരിക്കും. സ്ക്വയർ ഓഫ് വരുമ്പോൾ അതിൻ്റെയും കൂടെ കൂട്ടിയിട്ടുള്ള ചാർജസും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. വലിയ തുകയല്ല, എന്നാലും ഒരു നഷ്ടം പിന്നെയും കുറച്ചും കൂടെ കൂടും. ഇതിപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കൺഫ്യൂസിങ് ആയിരുന്നു. കാരണം ഇത് താഴത്ത് ക്ലോസ് ചെയ്തു എന്നുള്ളതുകൊണ്ട് ഇവിടെ ഒരു കൺഫ്യൂസിങ് എൻട്രിയാണ് നമ്മൾ എടുത്തത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. അത് മാത്രമല്ല, രണ്ടാമതൊരു കാര്യം കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഒരു സപ്പോർട്ട് ലൈനായിരുന്നു, ഇത് നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ലൈനായിരുന്നു. ചില ദിവസങ്ങളിൽ മാർക്കറ്റിന് കൺഫ്യൂഷൻ ഉള്ളപ്പോൾ മാർക്കറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപൂർവമായിട്ട് അങ്ങനെ കാണാറുള്ളൂ. ഇങ്ങനെ മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ടിൽ നിന്ന് ഒരു റെസിസ്റ്റൻസിലേക്ക് നമ്മൾ അളന്നു കഴിഞ്ഞാൽ അതിൻ്റെ മധ്യഭാഗം, ഈ മധ്യഭാഗത്ത് വന്ന് ഹിറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ മാർക്കറ്റ് റിവേഴ്സായി അവിടെ നിന്ന് അങ്ങനെ അങ്ങ് പോയി അങ്ങനെ തന്നെ നിന്ന് ക്ലോസ് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസം ആയേക്കാം. ഒരു കാര്യം അത്. പിന്നെ നമ്മുടെ എൻട്രി എടുത്തത് വെച്ചിട്ട് നമുക്ക് ഇടാവുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അതാണിപ്പോൾ ഹിറ്റ് ആയേക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇടേണ്ടത് സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴത്തായിരുന്നു ഇടേണ്ടത്. പക്ഷേ അത് നമ്മുടെ 1:2 എന്ന് പറയുന്ന 0.5% ക്രൈറ്റീരിയയ്ക്ക് വെളിയിലായതുകൊണ്ട് നമ്മളിവിടെ അങ്ങ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് എന്ത് സംഭവിച്ചാലും അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മൾ ഇന്നത്തെ ട്രേഡ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു 3 ദിവസം നമ്മൾ പ്രോഫിറ്റ് കണ്ടു, ഇന്നിപ്പോൾ നമ്മൾ ലോസ് കണ്ടിട്ടുണ്ട്. ഇത് ഒരു പ്രശ്നമല്ല. കാരണം ഇവിടെ നമ്മൾ പ്രോബബിലിറ്റിയുടെ അഡ്വാൻറ്റേജ് എടുത്തിട്ടാണ് ട്രേഡിൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഒരു 40% വിൻ റേറ്റ് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രയാണോ അതിൻ്റെ ഇരട്ടി ടാർഗറ്റ് എടുക്കുക. അതായത് സ്ഥിരമായിട്ട് 10 രൂപയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെങ്കിൽ നമ്മൾ 20 രൂപ മിനിമം ടാർഗറ്റ് എടുത്തോളുക. ആ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വിൻ ആകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.